നമസ്കാരം, ഞാൻ ഉമേഷ് വിരാമൻ. 24 റൗണ്ട് അപ്പിലേക്ക് വിശദമായി. ജമ്മു കാശ്മീരിലെ ഉദ്ധംപൂരിലും സാംബയിലും പഞ്ചാബിലെ ജലന്ധറിലും ഡ്രോൺ സാന്നിധ്യമെന്ന റിപ്പോർട്ടുകൾ. ഉദ്ധംപൂരിൽ ഡ്രോണുകൾ എത്തിയത് കരസേന നോർത്തേൺ കമാൻഡ് ആസ്ഥാനവും വ്യോമത്താവളവും ലക്ഷ്യം വെച്ചെന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. സാംബയിൽ ഏതാനും ഡ്രോണുകൾ എത്തിയത് സ്ഥിരീകരിച്ച് സൈന്യം. എല്ലാത്തിനെയും നശിപ്പിച്ചുവെന്നും ആർമി അറിയിച്ചു. ഡൽഹിയിൽ നിന്ന് അമൃത്സറിലേക്കുള്ള ഇൻഡിഗോ വിമാനം ഡൽഹിയിലേക്ക് തിരിച്ചുവിട്ടു. എന്നാൽ ജലന്ധറിലെ ഡ്രോൺ സാന്നിധ്യം കളക്ടർ ഹിമാൻഷു അഗർവാൾ നിഷേധിച്ചു. സാമൂഹ്യ വിരുദ്ധർ പടക്കം പൊട്ടിച്ചതെന്ന് വിശദീകരണം. ജമ്മു കശ്മീരിൽ നിന്നിപ്പോൾ ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീനാഥ്, ചിലയിടങ്ങളിൽ ഡ്രോൺ സാന്നിധ്യമെന്ന റിപ്പോർട്ടുകൾ, ഒപ്പം ചില ബ്ലാക്ക് ഔട്ട് റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ടല്ലോ. നിലവിലെ സ്ഥിതി എന്താണ്? എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീനാഥ്? ഉന്മേഷ്, ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പാണ് ജമ്മു കശ്മീരിലെ സാംബയിലേക്ക് ആദ്യം കുറച്ച് ഡ്രോണുകൾ എത്തുന്നത്. പിന്നാലെ ഉദ്ധംപൂരിലും ഒപ്പം തന്നെ അഖ്നൂരിലും ഡ്രോണുകൾ എത്തിയതായുള്ള വിവരങ്ങൾ ലഭിച്ചു. ഈ ഡ്രോണുകളൊക്കെ തന്നെ നശിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് സൈന്യം അറിയിക്കുന്നുണ്ട്. ഉദ്ധംപൂരിൽ സൈനിക കേന്ദ്രം ലക്ഷ്യമിട്ടാണ് ഡ്രോണുകൾ വന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സാംബയിൽ എത്ര ഡ്രോണുകൾ വന്നു എന്നതിന്റെ കൃത്യമായ എണ്ണമില്ലെങ്കിലും വളരെ കുറച്ച് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അഖ്നൂരിലും ഏതാണ്ട് ഇതേ തരത്തിൽ തന്നെയാണ് ഡ്രോണുകൾ എത്തിയത്. ഏതായാലും ജാഗ്രതയിലാണ് അതിർത്തി പ്രദേശങ്ങളെല്ലാം തന്നെ. ഇപ്പോൾ ഞാനുള്ളത് ജമ്മുവിലാണ്. ജമ്മുവിൽ ഇപ്പോൾ തന്നെ ബ്ലാക്ക് ഔട്ടിന് സമാനമായ കാഴ്ചകളാണ്. ഔദ്യോഗികമായ ഒരു അറിയിപ്പൊന്നും തന്നെ ഉണ്ടായിട്ട് തെരുവുവിളക്കുകളൊന്നും കത്തുന്നില്ല. ശ്രീനാഥ് ചന്ദ്രനാണ് ജമ്മുവിൽ നിന്ന് വിവരങ്ങൾ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ചില ഇടങ്ങളിൽ ഡ്രോൺ സാന്നിധ്യം എന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകൾ വന്നിരുന്നു. മുൻകരുതൽ ഇല്ലാതെ ബ്ലാക്ക് ഔട്ടിന് സമാനമായ സ്ഥിതിയാണ് ജമ്മുവിൽ എന്നുകൂടി ഇപ്പോൾ ശ്രീനാഥ് ചന്ദ്രൻ അറിയിക്കുന്നുണ്ട്. ശ്രീനാഥ് വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ശ്രീനാഥ്, പൂർത്തിയാക്കാം. അപ്പോൾ ഏതായാലും ജമ്മുവിൽ ഒരു ബ്ലാക്ക് ഔട്ടിന് സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. സാംബയിലും മറ്റും വന്ന ഡ്രോണുകളെ നശിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് സൈന്യം അറിയിക്കുന്നുണ്ട്. ഇപ്പോൾ ഏതാണ്ട് ഒരു മണിക്കൂർ സമയമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്ടിവിറ്റി, ഒരു ഡ്രോൺ പോലെയുള്ള എന്തെങ്കിലും ഒരു പ്രകോപനം കഴിഞ്ഞ ഒരു മണിക്കൂറായി ഇപ്പോൾ ഇല്ല. അതിനു മുമ്പായിരുന്നു ഈ തരത്തിൽ വന്നത്. മാത്രമല്ല, പഞ്ചാബിലും ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹോഷിയാർപൂരിൽ ഇപ്പോൾ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതൊരു കരുതൽ എന്നുള്ള നിലയിലാണ്. ജലന്ധറിലും ഒപ്പം തന്നെ അമൃത്സറിലുമൊക്കെ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ജലന്ധറിൽ നേരത്തെ ഡ്രോണുകൾ കണ്ടു എന്നൊരു പ്രചാരണമുണ്ടായിരുന്നു. പക്ഷേ അത് ഡ്രോണുകളായിരുന്നില്ല, ചിലർ പടക്കം പൊട്ടിച്ചതാണ് എന്ന് ജില്ലാ ഭരണകൂടം ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അമൃത്സറിലൊക്കെ തന്നെ ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. അവിടെ പല മേഖലകളും ബ്ലാക്ക് ഔട്ട് ഇതിനോടകം തന്നെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഡൽഹിയിൽ നിന്ന് അമൃത്സറിലേക്ക് പോയ ഇൻഡിഗോ വിമാനം തിരിച്ചുവിട്ടിട്ടുണ്ട്. അതിനുള്ള രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഇപ്പോഴുള്ള ഒരു സാഹചര്യം പെട്ടെന്ന് മാറിയതും, രണ്ട്, ബ്ലാക്ക് ഔട്ട് അടക്കമുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ വിമാനം തിരികെ വിട്ടത് എന്നതാണ് അറിയുന്നത്. അമൃത്സർ അടക്കമുള്ള വിമാനത്താവളങ്ങൾ ഇന്നാണ് ഇപ്പോൾ സാധാരണ നിലയിൽ പ്രവർത്തനം തുടങ്ങുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി ഈ വിമാനത്താവളങ്ങൾ അതിർത്തിയുമായി ചേർന്നുള്ള വിമാനത്താവളം അതിനുശേഷം പ്രവർത്തനം അങ്ങനെ വന്ന ഒരു വിമാനമാണ് ഇപ്പോൾ തിരിച്ചു വിട്ടിരിക്കുന്നത്. ഏതായാലും രാത്രി വലിയ ജാഗ്രത അതിർത്തി മേഖലകളിലാകെ തന്നെയുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രകോപനം ഉണ്ടായാൽ അതിന് ശക്തമായി തിരിച്ചടി നൽകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും സൈന്യം നടത്തിയിട്ടുണ്ട്. എല്ലാ പ്രതിരോധ സംവിധാനങ്ങളെയും ആക്ടിവേറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഒരു വലിയ തോതിലുള്ള ഡ്രോൺ ആക്രമണത്തിന്റെ ശ്രമം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഉന്മേഷ്, ശരി ശ്രീനാഥ്. ശ്രീനാഥ് ചന്ദ്രനാണ് ജമ്മുവിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പാകിസ്ഥാന്റെ ആണവ ഭീഷണി ഇന്ത്യയോട് വേണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓപ്പറേഷൻ സിന്ദൂർ എന്നത് ഒരു പേര് മാത്രമല്ല, രാജ്യത്തെ സഹോദരിമാരുടെ സിന്ദൂരം വായിച്ചവർക്കുള്ള സൈന്യത്തിന്റെ മറുപടിയാണ് എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല, സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിയെന്ന് മാത്രമേയുള്ളൂവെന്നും പ്രധാനമന്ത്രിയുടെ മുന്നറിയിപ്പ്. ഭാരതത്തിന്റെ സൈന്യത്തെ സല്യൂട്ട് ചെയ്യുന്നുവെന്നും പ്രധാനമന്ത്രി. പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നൽകിയ മറുപടി രാജ്യത്തിന്റെ ശക്തി വെളിപ്പെടുത്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുരുഷന്മാർ സ്വന്തം മക്കളുടെയും ഭാര്യമാരുടെയും മുന്നിൽ കൊല്ലപ്പെട്ടു. ഭീകരർ നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം മായ്ച്ചു. ആ ഭീകരരെ നമ്മൾ ഭൂമിയിൽ നിന്ന് മായ്ച്ചു. ഭാരത് की सेनाओं ने पाकिस्तान में आतंक के ठिकानों पर, उनके ट्रेनिंग सेंटर्स पर सटीक प्रहार किया. आतंकियों ने सपने में भी नहीं सोचा था कि भारत इतना बड़ा फैसला ले सकता है. പഹൽഗാം ഭീകരാക്രമണം തന്നെ വ്യക്തിപരമായി വേദനിപ്പിച്ചതാണ്. തീവ്രവാദികളുടെ മണ്ണിലാണ് തങ്ങൾ മറുപടി നൽകിയത്. തീവ്രവാദികൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടി നൽകി. ഭീകരവാദികളുടെ സർവകലാശാലകളാണ് തങ്ങൾ തകർത്തത്. ഇതോടെ പാകിസ്ഥാൻ സാധാരണ ജനങ്ങളെയും കോളേജുകളെയും സ്കൂളുകളെയും ആരാധനാലയങ്ങളെയും ലക്ഷ്യമിട്ട് ആക്രമണം നടത്തി. അവരുടെ വ്യോമതാവളങ്ങൾ തകർത്താണ് അതിന് ഇന്ത്യ മറുപടി നൽകിയത്. ആണവായുധ ഭീഷണി ഇന്ത്യയോട് വേണ്ട.
कोई भी न्यूक्लियर ब्लैकमेल भारत नहीं सहेगा। न्यूक्लियर ब्लैकमेल की आड़ में पनप रहे आतंकी ठिकानों पर भारत सटीक और निर्णायक प्रहार करेगा। തീവ്രവാദവും വ്യാപാരവും ഒരുമിച്ച് നടക്കില്ല. രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല. പാകിസ്ഥാനുമായി ചർച്ച ഭീകരവാദത്തെപ്പറ്റിയും പാക് അധീന കശ്മീരിനെ പറ്റിയും മാത്രം. मैं आज विश्व समुदाय को भी कहूंगा, हमारी घोषित नीति रही है, अगर पाकिस्तान से बात होगी तो टेररिज्म पर ही होगी। अगर पाकिस्तान से बात होगी तो पाक ऑक्युपाइड कश्मीर पीओके उस पर ही होगी। ഓപ്പറേഷൻ സിന്ദൂർ താൽക്കാലികമായി മാത്രമാണ് നിർത്തിവച്ചിരിക്കുന്നതെന്നും മോദിയുടെ ഓർമ്മപ്പെടുത്തൽ. 24 ഡൽഹി. ഇന്ത്യൻ തിരിച്ചടിയിൽ ഭയന്ന് വിറച്ച പാകിസ്ഥാൻ ലോകത്തോട് കരഞ്ഞപേക്ഷിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ DGMOയെ വിളിച്ച് പാകിസ്ഥാൻ വെടിനിർത്തലിന് അപേക്ഷിച്ചു. വെടിനിർത്തൽ ധാരണയ്ക്ക് മധ്യസ്ഥത വഹിച്ചെന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ വാദം തള്ളുന്നതാണ് പ്രധാനമന്ത്രിയുടെ പരാമർശം. അതേസമയം ഭീകരവാദം അവസാനിപ്പിക്കുന്ന വിഷയത്തിലും പാക് അധീന കശ്മീരിനെ കുറിച്ചും മാത്രമേ ഇനി പാകിസ്ഥാനുമായി ചർച്ചയുള്ളൂവെന്നും രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ പ്രധാനമന്ത്രി വ്യക്തമാക്കി. पाकिस्तान दुनिया भर में तनाव कम करने के लिए गुहार लगा रहा था और बुरी तरह पीटने के बाद इसी मजबूरी में 10 मई की दोपहर को पाकिस्तानी सेना ने हमारे DGMO को संपर्क किया। तब तक हम आतंकवाद के इंफ्रास्ट्रक्चर को बड़े पैमाने पर तबाह कर चुके थे। आतंकियों को मौत के घाट उतार दिया गया था। पाकिस्तान के सीने में बसाए गए आतंक के अड्डों को हमने खंडहर बना दिया था। പാകിസ്ഥാന്റെ തുർക്കി നിർമ്മിത ഡ്രോൺ മുതൽ ചൈനീസ് നിർമ്മിത മിസൈലുകൾ വരെ നിലം പരിശാക്കിയെന്ന് സൈന്യം. ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ ശക്തി പാകിസ്ഥാൻ മനസ്സിലായി. കറാച്ചി വ്യോമത്താവളത്തിലടക്കം ഇന്ത്യ ആക്രമണം നടത്തിയതായി 3 സേനകളുടെയും ഉന്നത ഉദ്യോഗസ്ഥർ സംയുക്ത വാർത്താസമ്മേളനത്തിൽ വെളിപ്പെടുത്തി. ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനം അതിശക്തം. പാകിസ്ഥാന്റെ തുർക്കി നിർമ്മിത ഇഹ, സോങ്കാർ ഡ്രോണുകൾ മുതൽ ചൈനയുടെ PL-15 മിസൈലുകൾ വരെ തകർത്തു. പാക് ആയുധങ്ങളുടെ അവശിഷ്ടങ്ങളുടെ ദൃശ്യങ്ങളും സേന പുറത്തുവിട്ടു. Is a probable enemy PL-15 missile which is of Chinese origin. This missile has missed its target and you can see the pieces now which are available with us. കറാച്ചി മുതൽ ഇസ്ലാമാബാദ് വരെ ആക്രമിച്ചു. എന്നാൽ പാക് ആണവ കേന്ദ്രം തകർത്തെന്ന പ്രചാരണങ്ങൾ സൈന്യം തള്ളി. That Kirana Hill houses some nuclear installation. We did not know about it. Okay. And we've not hit Kirana Hills, whatever is there. ഇന്ത്യയുടെ പോരാട്ടം ഭീകരതയ്ക്കെതിരെയാണെന്ന സൈന്യം പാക് സൈന്യത്തോടോ ജനതയോടോ അല്ല. എന്നാൽ ഭീകരവാദികൾക്ക് വേണ്ടി പാക് സേന ഇറങ്ങി. ഇനിയും ദൗത്യത്തിന് തയ്യാറെന്നും സേന. That in every single domain that Operation Sindhur has been prosecuted, there has been absolute synergy between the three services. Not only have we, in this endeavor, been fully supported by our government, departments and agencies, I cannot here not mention our 140 crore countrymen. ഓപ്പറേഷൻ സിന്ദൂറിൽ സേനകളുടെ ഏകോപനം ശക്തമായിരുന്നു. ഭാവിയിലെ ഏത് ആക്രമണവും നേരിടാൻ സേന സജ്ജമാണെന്നും സംയുക്ത വാർത്താ സമ്മേളനത്തിൽ DGമാർ അറിയിച്ചു. 24 ഡൽഹി. ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണ നിലവിൽ വന്ന ശേഷമുള്ള 2ാം ദിനവും ജമ്മു കശ്മീർ അതിർത്തികൾ ശാന്തമായിരുന്നു. ജനജീവിതം സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണ്. സംഘർഷത്തെ തുടർന്ന് അടച്ച 32 വിമാനത്താവളങ്ങൾ പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിച്ചു. വെടിനിർത്തൽ പ്രഖ്യാപിച്ച് 2ാം നാൾ ജമ്മുകശ്മീർ പൂർണ്ണമായും ശാന്തമാണ്. അതിർത്തികളിൽ യാതൊരു തരത്തിലുള്ള പ്രകോപനവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. ആശങ്കകൾ ഒഴിഞ്ഞ് ജനജീവിതം സാധാരണ നിലയിലേക്ക് നീങ്ങുകയാണ്. नॉर्मल हो चुका है. लगता है तो अभी पता नहीं है, जो बातचीत होगी उसके बाद पता चलेगा शाम तक क्या होगा. लेकिन ऐसा लगा कि नॉर्मल होना चाहिए क्योंकि हालात तो ठीक होना चाहिए. സംഘർഷ സാഹചര്യത്തിൽ അടച്ച 32 വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം ഉടൻ പൂർണ്ണതോതിൽ സജ്ജമാകും. വിമാനത്താവളങ്ങൾ അടയ്ക്കാൻ നൽകിയ നോട്ടീസ് പിൻവലിച്ചു. സംഘർഷത്തിനിടെ ശനിയാഴ്ച RS-പുര അതിർത്തിയിൽ വെച്ച് വെടിയേറ്റ് ചികിത്സയിലായിരുന്ന BSF ജവാൻ വീരമൃത്യു വരിച്ചു. മണിപ്പൂർ സ്വദേശിയായ BSF കോൺസ്റ്റബിൾ ദീപക് ചിങ്കഖമാണ് വീരമൃത്യു വരിച്ചത്. ആശങ്കയോടെ ഒഴിഞ്ഞുപോയ കുടുംബങ്ങൾ അതിർത്തി മേഖലയിലേക്ക് മടങ്ങിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം കനത്ത ജാഗ്രത തുടരുകയാണ് സുരക്ഷാ സേന. ഉറിയിൽ നിന്നും ജോഗീർ സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24.
ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ ധാരണയിലെത്തിയ ശേഷം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയ്ക്കെതിരെ ഉണ്ടായത് കടുത്ത സൈബർ ആക്രമണമാണ്. സൈബർ അധിക്ഷേപം രൂക്ഷമായതോടെ മിശ്രയുടെ എക്സ് അക്കൗണ്ട് ലോക്ക് ചെയ്തു. അധിക്ഷേപങ്ങളിൽ പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ മിശ്രയ്ക്ക് പിന്തുണയുമായി എത്തി. രാജ്യദ്രോഹിയെന്നും ചതിയനെന്നുമുള്ള കമന്റുകളിട്ടാണ് വിക്രം മിശ്രയ്ക്കെതിരെ സൈബർ ഇടത്തിലെ അധിക്ഷേപം. അഭിഭാഷകയായ മിശ്രയുടെ മകൾക്കെതിരെയും സൈബർ ആക്രമണം രൂക്ഷമാണ്. മിശ്രയുടെയും മകളുടെയും പൗരത്വം ചോദ്യം ചെയ്തുപോലും ചിലർ രംഗത്തെത്തി. വിക്രം മിശ്രയ്ക്കെതിരായ ആക്രമണം മാറിയ ഇന്ത്യയുടെ ഇരുണ്ട മുഖമാണ് തുറന്നുകാട്ടുന്നതെന്ന് ജോൺ ബ്രിട്ടാസ് MP. വിക്രം മിശ്രി എന്ന വിദേശകാര്യ സെക്രട്ടറിക്ക് നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യത്ത് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പൂട്ടിവെക്കേണ്ട ഒരു ഗതികേടുണ്ടായി. ആ ഉദ്യോഗസ്ഥന്റെ കുടുംബാംഗങ്ങളെപ്പോലും മകളെപ്പോലും വലിച്ചിഴച്ചുകൊണ്ട് വിദ്വേഷത്തിന്റെ ജ്വാല സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ഈ ജനാധിപത്യ വ്യവഹാരം മാറി എന്നുള്ളത് നമുക്ക് ആശങ്കാജനകമാണ്. വെടിനിർത്തൽ പ്രഖ്യാപനത്തിന്റെ പേരിൽ വിക്രം മിശ്രയെയും കുടുംബത്തെയും ആക്രമിക്കുന്നത് തെറ്റാണെന്നും മികച്ച നയതന്ത്രജ്ഞനായ മിശ്രയെ അധിക്ഷേപിക്കുന്നത് ന്യായീകരിക്കാനാകില്ലെന്നും മുൻ വിദേശകാര്യ സെക്രട്ടറി നിരുപമ റാവു പറഞ്ഞു. സർക്കാർ നയങ്ങൾ വാർത്താസമ്മേളനത്തിൽ അറിയിക്കുക എന്ന ചുമതല മാത്രമാണ് മിശ്രി ചെയ്തതെന്നും സൈബർ ആക്രമണം ന്യായീകരിക്കാൻ കഴിയില്ലെന്നും മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ കൂട്ടായ്മയും നിലപാടെടുത്തു. സൈബർ അധിക്ഷേപത്തിനെതിരെ AIMIM നേതാവ് അസദുദ്ദീൻ ഒവൈസിയും രംഗത്തുവന്നു. റിസർച്ച് ഡെസ്ക് 24. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ നയിക്കാൻ പുതുനിര. KPCC പ്രസിഡന്റായി സണ്ണി ജോസഫ് MLA-യും 3 വർക്കിംഗ് പ്രസിഡന്റുമാരും ചുമതലയേറ്റു. UDF കൺവീനറായി അടൂർ പ്രകാശ് MP-യും ഇന്ന് ചുമതല ഏറ്റെടുത്തു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ UDF-നെ അധികാരത്തിൽ എത്തിക്കുമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് പുതിയ നേതൃത്വത്തിന്റെ ഉറപ്പ്. സണ്ണി ജോസഫ് അവர்கள் ഇപ്പോൾ ചുമതല ഏറ്റെടുക്കുകയാണ്. ഔദ്യോഗിക ചടങ്ങിന് നമ്മളെല്ലാവരും സണ്ണി ജോസഫ് അവர்கள் ചുമതല ഏറ്റെടുക്കുകയാണ്. കെ സുധാകരന്റെ പിൻഗാമിയായി KPCC-യുടെ 38ാം അധ്യക്ഷ പദവി സണ്ണി ജോസഫ് MLA ഏറ്റെടുത്തു. പാർട്ടിയില്ലെങ്കിൽ ആരുമില്ല. കോൺഗ്രസ് മൈനസ് എന്നാൽ വട്ടപൂജ്യമാണെന്ന് ഓർക്കണമെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്ത KC വേണുഗോപാലിന്റെ മുന്നറിയിപ്പ്. പാർട്ടി ഇല്ലെങ്കിൽ നമ്മൾ ആരുമില്ല. കോൺഗ്രസ് ആണ് എല്ലാം. മൈനസ് കോൺഗ്രസ് നമ്മളെല്ലാം വട്ടപൂജ്യമാണെന്ന് മുൻകാല അനുഭവങ്ങൾ നമ്മളെല്ലാം തെളിയിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. ലക്ഷ്യം 2025-ലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, 26-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകും. CPIM-നെ താഴെയിറക്കുമെന്നും സണ്ണി ജോസഫ്. 2025-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും 26-ൽ അസംബ്ലി തെരഞ്ഞെടുപ്പിലും നമ്മുടെ മുന്നണിയെയും പാർട്ടിയെയും വിജയിപ്പിച്ചുകൊണ്ടുവരാൻ സാധിക്കും. അഭിപ്രായ വ്യത്യാസങ്ങൾ ഭിന്നതയിലേക്ക് പോകാനുള്ളതാകരുതെന്ന് ഓർമ്മിപ്പിച്ച് UDF കൺവീനർ അടൂർ പ്രകാശ്. നമുക്ക് ചർച്ചകൾ ഉണ്ടാകാം, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഭിന്നതയിലേക്ക് പോകുവാൻ വേണ്ടിയല്ല, എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു നല്ല പ്രവർത്തനങ്ങൾക്ക് നമുക്ക് രൂപം കൊടുക്കണം. പിന്നാലെ വർക്കിംഗ് പ്രസിഡന്റുമാരായി AP അനിൽകുമാറും ഷാഫി പറമ്പിലും PC വിഷ്ണുനാഥും ചുമതലയേറ്റെടുത്ത് സംസാരിച്ചു. KPCC-യുടെ പുതിയ ടീം നാളെ ഡൽഹിയിൽ AICC നേതാക്കളുമായി ചർച്ച നടത്തും. 24 തിരുവനന്തപുരം. KPCC അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞെങ്കിലും കേരളത്തിലെ കോൺഗ്രസിനെ പടക്കുതിരയെപ്പോലെ നയിക്കുമെന്ന് K സുധാകരൻ. 4 വർഷത്തെ രാഷ്ട്രീയ സംഘടനാ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ K സുധാകരൻ പ്രസംഗത്തിൽ ഒരിടത്തും KC വേണുഗോപാലിന്റെയും VD സതീശന്റെയും പേര് പരാമർശിച്ചില്ല. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആന്റണി സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുത്തില്ല. പാർട്ടി പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിലാണ് അധ്യക്ഷ പദവി ഏറ്റെടുത്തതെന്ന് ഓർമ്മിച്ചുകൊണ്ടായിരുന്നു K സുധാകരന്റെ പ്രസംഗം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 18 സീറ്റ് നേട്ടവും സമരോത്സുകമായ പരിപാടികളും എണ്ണിപ്പറഞ്ഞ സുധാകരൻ സ്ഥാനമൊഴിഞ്ഞാലും പാർട്ടിയെ നയിക്കാൻ താനുണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചു. പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞത് എനിക്കൊരു പ്രശ്നമല്ല. CPM-നെതിരെയുള്ള പോരാട്ടത്തിന്റെ മുമ്പിൽ നിങ്ങളോടൊപ്പം ഒരു പടക്കുതിര പോലെ ഞാൻ എന്നുമുണ്ട് എന്ന് നിങ്ങൾക്ക് ഞാൻ വാക്ക് നൽകുകയാണ്. രാഷ്ട്രീയ എതിരാളികളോട് വിട്ടുവീഴ്ചയില്ലെന്ന പ്രഖ്യാപനവും വിടവാങ്ങൽ പ്രസംഗത്തിൽ K സുധാകരൻ നടത്തി. നെഞ്ചിന് 56 ഇഞ്ച് അറിവുള്ളവരോടും ഇരട്ട ചങ്കുള്ളവരോടും ഒക്കെ നോ കോംപ്രമൈസ് എന്ന നിലപാടിലൊന്നും ഞാൻ എന്നും മാറ്റമുണ്ടാക്കിയിട്ടില്ല. പ്രസംഗത്തിൽ പ്രവർത്തകരോടും നേതാക്കളോടും K സുധാകരൻ നന്ദി പറഞ്ഞു. എന്നാൽ പ്രസംഗത്തിൽ ഒരിടത്തും KC വേണുഗോപാലിന്റെയോ VD സതീശന്റെയോ ദീപാദാസ് മുൻഷിയുടെ പേര് പരാമർശിച്ചതേയില്ല. UDF കൺവീനർ സ്ഥാനത്ത് മാറ്റിയതിൽ അതൃപ്തിയില്ലെന്ന് MM ഹസനും പ്രതികരിച്ചു. പദവിയേക്കാൾ പ്രധാനം ഞാൻ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതിലാണ് വിശ്വസിക്കുന്നത്. മുന്നണിയുടെ കൺവീനർ എന്ന നിലയിൽ MM ഹസൻ മികച്ച പ്രവർത്തനമാണ് നടത്തിയതെന്ന് KC വേണുഗോപാലും പറഞ്ഞു. ഒരു ടീം പാക്കേജ് വേണം. കേരളത്തിൽ പുനഃസംഘടന ഉണ്ടാകുമ്പോൾ ഒരു ടീം പാക്കേജ് വേണം എന്നതിന്റെ ഒറ്റ ഭാഗമായതുകൊണ്ട് മാത്രമാണ് MM ഹസൻ ആ സ്ഥാനത്ത് മാറുന്നത്. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെട്ട ആന്റണി സ്ഥാനാരോഹണ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നത് ശ്രദ്ധേയമായി.
ഇന്നലെ അന്തരിച്ച MG കണ്ണന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കേണ്ടതുകൊണ്ടാണ് ആന്റണി വിട്ടുനിന്നതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. 24 തിരുവനന്തപുരം. അന്തരിച്ച പത്തനംതിട്ട DCC വൈസ് പ്രസിഡന്റ് MG കണ്ണന്റെ സംസ്കാരം മാത്തൂരിലെ വീട്ടുവളപ്പിൽ നടന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ DCC ഓഫീസിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. പ്രതിസന്ധികളോട് പടവെട്ടി നേതാവായ കോൺഗ്രസുകാരനായിരുന്നു MG കണ്ണൻ. സമരമുഖത്ത് ചങ്കുറപ്പോടെ നിന്ന നായകൻ, അതായിരുന്നു പത്തനംതിട്ടയിലെ കോൺഗ്രസുകാർക്ക് MG കണ്ണൻ. ജീവിത ദാരിദ്ര്യങ്ങളോട് പടവെട്ടിയാണ് പത്തനംതിട്ടയിലും അടൂരിലും കണ്ണൻ പാർട്ടിയെ വളർത്തിയത്. പൊതുപ്രവർത്തനത്തിനിടയിലും പത്ര ഏജന്റായും കേബിൾ TV ഓപ്പറേറ്ററായും വരുമാന മാർഗങ്ങൾ കണ്ടെത്തി. സ്വന്തം തട്ടകമായ അടൂരിൽ ആയിരക്കണക്കിന് പേരാണ് കണ്ണന് ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തിയത്. ഇടതു കോട്ടയായിരുന്ന അടൂർ മണ്ഡലത്തിൽ ചിറ്റയം ഗോപകുമാർ കഷ്ടിച്ചാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറിയത്. രാഷ്ട്രീയ എതിരാളിയെ അവസാനമായി കാണാൻ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറും എത്തി. വിലാപയാത്ര DCC ഓഫീസിലെത്തിയപ്പോഴേക്കും ആൾക്കൂട്ടം നിറഞ്ഞു. ആരോഗ്യമന്ത്രി വീണ ജോർജ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവർ DCC ഓഫീസിൽ അന്ത്യാഞ്ജലി അർപ്പിച്ചു. കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രിയ നേതാവ് മടങ്ങുകയാണ്. ഇനിയൊരു തിരിച്ചുവരവില്ലാതെ. AV ജയശങ്കർ, 24 പത്തനംതിട്ട. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. താൽക്കാലിക പുനരധിവാസത്തിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്ന വീടുകളുടെ വാടക തുക അടിയന്തരമായി നൽകാനും നിർദ്ദേശം നൽകി. കളക്ടറുടെ നിയന്ത്രണത്തിലുള്ള CMDRF അക്കൗണ്ടിൽ പണം ഇല്ലാതായതാണ് വാടക വൈകാൻ കാരണം എന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വിശദീകരണം. ടൗൺഷിപ്പ് നിർമ്മാണ പ്രവർത്തന പുരോഗതി വിലയിരുത്തുന്നതിന് ചേർന്ന യോഗത്തിലാണ് ദുരന്തബാധിതരുടെ വാടക പ്രശ്നം ഉയർന്നു വന്നത്. മെയ് 1 നൽകേണ്ട വാടകയാണ് കുടിശ്ശികയായിരിക്കുന്നത്. എൽസ്റ്റൺ എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്നതിൽ വീണ്ടും പണം കെട്ടിവെക്കാൻ കോടതി നിർദ്ദേശിച്ചനുസരിച്ച് 17.45 കോടി രൂപ കൈമാറിയിരുന്നു. വയനാട് കളക്ടറുടെ അക്കൗണ്ടിലുള്ള CMDRF തുകയിൽ നിന്നാണ് പണം നൽകിയത്. ഇതാണ് വാടക കുടിശ്ശിക വരാൻ കാരണമെന്ന് ജില്ലാ ഭരണകൂടം യോഗത്തെ അറിയിച്ചു. സ്ഥലം ഏറ്റെടുക്കാൻ ചെലവഴിച്ച തുക കളക്ടറുടെ അക്കൗണ്ടിലേക്ക് തിരികെ നൽകാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. CMDRFിൽ നിന്ന് 1 ലക്ഷം രൂപയ്ക്കുള്ളിൽ ചെലവഴിക്കാൻ മന്ത്രിസഭാ യോഗത്തിന് അനുമതി വേണം. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ വിഷയത്തിന് അംഗീകാരം നൽകാമെന്നും പണം എത്രയും വേഗം കൈമാറാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ദുരന്തബാധിതർക്കായി കൽപ്പറ്റയിൽ നിർമ്മിക്കുന്ന ടൗൺഷിപ്പ് സമയബന്ധിതമായി പൂർത്തിയാക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. നിർമ്മാണത്തിന് ഭരണ, സാങ്കേതിക, സാമ്പത്തിക അനുമതി നൽകുന്നതിനുള്ള സമയക്രമം നിശ്ചയിച്ചു നൽകി. മരങ്ങൾ മുറിച്ചുമാറ്റൽ, വൈദ്യുത വിതരണ സംവിധാനങ്ങളുടെ പുനഃക്രമീകരണം, CMDRFിൽ നിന്നുള്ള സാമ്പത്തിക സഹായം, പുഴയുടെ ഒഴുക്ക് സുഗമമാക്കൽ തുടങ്ങിയ നടപടികൾ എത്രയും വേഗം പൂർത്തീകരിക്കാനും മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. റവന്യൂ മന്ത്രി K. രാജൻ, ധനമന്ത്രി KN ബാലഗോപാൽ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. 24 തിരുവനന്തപുരം. മലപ്പുറം വളാഞ്ചേരിയിൽ നിപ്പയിൽ 2 പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവ്. ഇതോടെ 49 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ചികിത്സയിലുള്ള രോഗിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. നിപ്പയിൽ പൊതുവെ ആശ്വാസമാണെങ്കിലും നിപ്പ രോഗിയുടെ കാര്യത്തിൽ ആശങ്ക തുടരുകയാണ്. 42കാരിയുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ നിൽക്കുന്നു. 2 പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായതോടെ ഇതുവരെ ഹൈറിസ്ക് കാറ്റഗറിയിലുള്ള 49 പേരുടെ ഫലം നെഗറ്റീവായി. നിപ്പ രോഗലക്ഷണങ്ങളുമായി 8 പേർ ചികിത്സയിലുണ്ട്. ഇതിൽ 2 പേർ ICUവിലാണ്. ഇന്ന് 40 പേരെ കൂടി സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തി. 152 പേരാണ് ആകെ സമ്പർക്ക പട്ടികയിലുള്ളത്. 62 പേർ ഹൈറിസ്കിൽ. രോഗി ചികിത്സയിലുള്ള ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകരും ഇതിൽപ്പെടുന്നു. ഫീവർ സർവൈലൻസിന്റെ ഭാഗമായി 881 വീടുകൾ ആരോഗ്യ പ്രവർത്തകർ സന്ദർശിച്ചു. വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെയുള്ള ജോയിന്റ് ഔട്ട്ബ്രേക്ക് ഇൻവെസ്റ്റിഗേഷനിൽ മൃഗങ്ങൾ ചത്തത് പ്രത്യേകമായി പരിശോധിക്കും. നിപ്പയുടെ ഉറവിടം കണ്ടെത്തുകയാണ് ലക്ഷ്യം. 24 മലപ്പുറം. വിരമിച്ച ഉദ്യോഗസ്ഥന് പുനർനിയമനം നൽകി മിൽമ. തിരുവനന്തപുരം മേഖലാ യൂണിയൻ MD ഡോക്ടർ മുരളിക്കാണ് പുനർനിയമനം നൽകിയത്. ഇന്ന് ചേർന്ന ഡയറക്ടർ ബോർഡിന്റേതാണ് തീരുമാനം. തീരുമാനത്തിൽ പ്രതിഷേധമറിയിച്ച് ഡയറക്ടർ ബോർഡിലെ കോൺഗ്രസ് അംഗങ്ങൾ രംഗത്തെത്തി. തീരുമാനത്തിൽ CITU, INTUC യൂണിയനുകളും എതിർപ്പറിയിച്ചു. നിയമനത്തിൽ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി J. ചിഞ്ചുറാണിയുടെ ഓഫീസ് ഇടപെട്ടു എന്നാണ് ആക്ഷേപം. എന്റെ കേരളം പ്രദർശന വിപണനമേളയിൽ 24 അംഗീകാരം. 2ാം പിണറായി സർക്കാർ 4ാം വാർഷികത്തിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ല സംഘടിപ്പിച്ച മേളയുടെ മികച്ച കവറേജിനുള്ള ദൃശ്യ മാധ്യമ വിഭാഗത്തിലാണ് 24ന്റെ നേട്ടം. ACV ന്യൂസ് 1ാം സ്ഥാനം സ്വന്തമാക്കിയപ്പോൾ 24 2ാം സ്ഥാനം കരസ്ഥമാക്കി. ടൈം ന്യൂസിനാണ് 3ാം സ്ഥാനം. അച്ചടി മാധ്യമങ്ങൾക്കുള്ള പുരസ്കാരത്തിൽ ദേശാഭിമാനി ദിനപത്രം 1ാം സ്ഥാനവും ജനയുഗം 2ാം സ്ഥാനവും നേടി. സുപ്രഭാതം, മാധ്യമം, കേരളകൗമുദി എന്നീ പത്രങ്ങൾ 3ാം സ്ഥാനം പങ്കിട്ടു. ശ്രവ്യ മാധ്യമ വിഭാഗത്തിൽ ക്ലബ് FM 1ാം സ്ഥാനം നേടി. കുട്ടനാട് FM 90 ജൂറിയുടെ പ്രത്യേക പരാമർശത്തിന് അർഹമായി.
ഇതോടെ 24 റൗണ്ട് പൂർത്തിയാകുന്നു. നമസ്കാരം.